ചെറുതായിരിക്കുന്ന സമയത്തില്ലേ, ഇതുപോലെ വീട്ടിൽ ഉമ്മയൊക്കെ മുറ്റടിക്കുന്ന സമയത്ത് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ആ നോക്കിയിരുന്ന് ഞാനാണ് കേട്ടോ അടിക്കുന്നത്. പക്ഷേ നമ്മൾ അടിക്കുമ്പോൾ നോക്കിയിരിക്കാനായിട്ട് ഇന്ന് മക്കളൊന്നും കൂടെ വന്നിരിക്കില്ല കേട്ടോ. അവർക്കൊന്നും അത് കാണാനൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ ഫോണും ടി വിയോ അങ്ങനെ എന്തെങ്കിലും കാണാനൊക്കെയാണ് കേട്ടോ അവർക്ക് താല്പര്യം. പണ്ടൊക്കെ നമ്മൾ ഉമ്മമാർ അടിക്കുന്ന സമയത്തായാലും വേറെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതൊക്കെ നോക്കിയിരിക്കും. പുല്ലൊക്കെ വലിക്കാന്നുണ്ടെങ്കിൽ കൂടെ പോയി അതൊക്കെ ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊന്നും ചെയ്യാനൊന്നും അവരൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം കേട്ടോ. ഇന്നിപ്പോൾ മുറ്റടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് മഴയും അതുപോലെ തന്നെ ഈ ഓരോ വീഡിയോ എടുക്കലും അത് എഡിറ്റിങ്ങും പോസ്റ്റ് ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ തീരെ ടൈം കിട്ടുന്നില്ല കേട്ടോ. അതേ നമ്മുടെ നിത്യവതിനിക്കൊക്കെ ഇവിടെ പൂത്തു തുടങ്ങി കേട്ടോ. ഇതാണ് കായ് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതും കാണുന്നതും കൊണ്ട് തന്നെ എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. നമ്മുടെ തക്കാളി പൂത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഓണം ആകുമ്പോഴേക്കും ഇതൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ സൗകര്യമാണ് കേട്ടോ. എന്താ വില ആ സമയത്തൊക്കെ പച്ചക്കറിക്ക്. അപ്പോൾ ഇത് നമ്മുടെ വീട്, ഇത് ഞാൻ ഈ മുറ്റമൊക്കെ അടിക്കണതിൻ്റെ മുന്നേ വീട് ഒരുക്കിയിട്ടാണ് കേട്ടോ വെളിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. രാവിലത്തേക്ക് ഇഡ്ഡലി ആയിരുന്നു, അതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ചോറിനും അതായില്ലോ എന്ന് എഴുതിയിട്ട്, അല്ലാതെ ഇത് ചോറും കറിയും എല്ലാം കൂടി വെക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലെ ഈ അടിക്കലും കുരലൊക്കെ ഇല്ലേ ആ ഒരു പണികളൊക്കെ അവിടെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സാമ്പാർ ആക്കിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി വെച്ച് എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. 8:50 ആകുമ്പോഴേക്കും കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയായിരുന്നു വീട് അടിക്കലും വൃത്തിയാക്കലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മുറ്റത്തെ പണികൾ ചെയ്യാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് സ്പീഡിലാക്കിയത് കേട്ടോ. അപ്പോൾ അത് എല്ലാ പണിയും കഴിഞ്ഞ് അടിക്കലും കഴിഞ്ഞ് ക്ലീൻ ചെയ്യലും കഴിഞ്ഞിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മകനിക്ക് ലഞ്ച് ബോക്സിലെല്ലാം ആക്കുകയും ചെയ്തിട്ട് അവനെ വിടാനായിട്ട് നിന്നു കേട്ടോ. അവനെ വിട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കഴിക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇഡലി സാമ്പാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനിക്ക് എന്തായാലും പിന്നെ ലഞ്ച് ബോക്സിൽ അതന്നെ മതിട്ടോ. പിന്നെ ചോറ് വേണ്ട. അപ്പോൾ അതേ ഞാൻ സാമ്പാർ ഇഡലിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിക്ക് മുരിങ്ങക്കായൽ ഇത് വെണ്ടയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മാത്രം ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ആറാനായിട്ട് അവിടെ വെച്ചു കേട്ടോ. ആറി കഴിഞ്ഞിട്ട് അടച്ചു വെക്കാമെന്ന് എഴുതിയിട്ട്